നമസ്കാരം. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനിടയിൽ പല തരത്തിലുള്ള കിംവദികളും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. അതിനെയെല്ലാം നിറഞ്ഞ ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് മീന സാഗർ തന്റെ ചൈത്രയാത്ര ഇപ്പോഴും തുടരുന്നത്. ഈ 47-ാം വയസ്സിലും നായികാനിരയിൽ സജീവമായി നിൽക്കുന്ന നടി മീന സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ. സിനിമയിലും ടെലിവിഷൻ ലോകത്തും മീന ഇപ്പോൾ വളരെയധികം സജീവമാണ്. നിഷ്കളങ്കമായ സംസാരവും ശബ്ദവും ചിരിയും ആളുകളെ കൂടുതൽ മീനയിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോഴും വെറുക്കുന്നവരും വെറുപ്പിക്കുന്നവരും ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയതാണ് നടി മീന സാഗർ. നെഞ്ചങ്ങൾ എന്ന സിനിമയിലൂടെയാണ് താരത്തിന്റെ അരങ്ങേറ്റം. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു കൊച്ചുകഥ, ആരോടും പറയാത്ത കഥ എന്ന ചിത്രത്തിലൂടെ നായികയായി. പിന്നീട് തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി. ഇന്ന് താരത്തിന്റെ കരിയർ 4 പതിറ്റാണ്ട് കഴിഞ്ഞ് മുന്നോട്ട് വിജയകരമായി മുന്നേറുകയാണ്. 4-ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് എത്തിയ മീന ഇന്ന് ഒരു മകളുടെ അമ്മ കൂടിയാണ്. മകളും അഭിനയ രംഗത്തിൽ സജീവം. വിവാഹശേഷം ഒരിക്കലും സിനിമയിലേക്ക് എത്തുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മീന പറയുന്നത്. അത് നായികയായി എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എന്നാണ് താരത്തിന് പറയാനുള്ളത്. 4-ാം വയസ്സിൽ ഈ അഭിനയ രംഗത്തേക്ക് എത്തിയതാണ്. പഠിക്കുന്ന കാലത്തിലൊക്കെയും ഞാൻ കൂടുതലും ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ഏറിയ കാലവും ഞാൻ സിനിമയിലായിരുന്നു. സിനിമ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ആകെ അറിയുന്നതും സിനിമയും അഭിനയവും മാത്രമാണ്. ഞാൻ സിനിമ ലോകത്ത് വളരെ കംഫർട്ടബിൾ ആണ്. വിവാഹശേഷം ഒരിക്കലും തിരിച്ചു ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്നോ സിനിമകൾ ചെയ്യുമെന്നോ ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ നല്ല ഭാഗ്യവതിയാണ്. എന്റെ പ്രായത്തിൽ തന്നെയാണ് മോൾ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ശരിക്കും അതും ഭാഗ്യമാണ്. ഈ ഒരു പ്രായത്തിൽ മൂവി ഇൻഡസ്ട്രിയിലേക്ക് എത്തുക എന്നുള്ളത്. എല്ലായിടത്തും അവൾക്ക് നല്ല പേര് കിട്ടുമ്പോൾ എനിക്ക് അഭിമാന നിമിഷമാണ്, മീന പറയുന്നു. മലയാളത്തിലൊടുവിൽ മീന അഭിനയിച്ചത് ആനന്ദപുരം ഡയറീസിലാണ്. കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രമായിരുന്നു. പകുതി വഴിയിൽ മുടങ്ങിപ്പോയ നിയമപഠനം പുനരാരംഭിക്കാൻ എത്തുന്ന വിദ്യാർത്ഥിയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഒരിക്കൽ പോലും കോളേജിൽ പോകാതെ തനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു എന്നാണ് മീന പറഞ്ഞത്. 2022 ജൂൺ 27-നാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു അന്ത്യം. 48-ാം വയസ്സിലാണ് വിദ്യാസാഗർ മരണപ്പെടുന്നത്. പിന്നീട് ഇടയ്ക്കിടെ മീനയുടെ വിവാഹ വാർത്ത മാധ്യമങ്ങൾ നിറയാറുണ്ട്. വിവാഹമുണ്ടെങ്കിൽ ഉറപ്പായും പറയുമെന്നാണ് മീന പറഞ്ഞതും. 48 വയസ്സാണ് മീനയ്ക്കിപ്പോൾ. ഭർത്താവ് സാഗറിന്റെ മരണത്തോടെ മകളും ഒത്ത് സിംഗിൾ ലൈഫിലാണ് മീന. ഇടയ്ക്ക് വെച്ച് താരം വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അത് തന്റെ അറിവോടെ വന്ന വാർത്തയല്ലെന്നും ഗോസിപ്പുകൾ കാണുമ്പോൾ മകൾക്ക് വേദന തോന്നാറുണ്ടെന്നും മീന പ്രതികരിച്ചിരുന്നു. ചെന്നൈയിലാണ് മീന ജനിച്ചത്. അച്ഛൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും അമ്മ മലയാളിയാണ്. കേരളത്തിലെത്തിയാൽ അഭിമുഖങ്ങളിൽ പൊതുവെ മീന മലയാളത്തിലാണ് സംസാരിക്കുന്നത്. തിരക്കേറിയ ആക്ടിംഗ് ഷെഡ്യൂൾ കാരണം 8-ാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരികയും പിന്നീട് പ്രൈവറ്റ് കോച്ചിങ്ങിലൂടെ ചെന്നൈയിലെ വിദ്യോദയ സ്കൂളുകളിൽ നിന്ന് 10-ാം ക്ലാസ് മീന പൂർത്തിയാക്കുകയും ചെയ്യായിരുന്നു. 2006-ൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ത ബിരുദം നേടി. ഭരതനാട്യം നർത്തകി കൂടിയായ മീന 2009 ജൂലൈ 12-നാണ് വിവാഹിതയാവുന്നത്. പ്രായം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്നത് മമ്മൂക്കയ്ക്കാണെന്ന് പറയും. അതുപോലെ ലേഡീസ് സൂപ്പർ താരങ്ങളിൽ മീന മമ്മൂട്ടിക്കൊപ്പമാണ് സ്ഥാനം കൈയടിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നും വർക്കൗട്ട് മുടക്കാറില്ല മീന എന്നാണ് റിപ്പോർട്ട്. ഒപ്പം കൃത്യമായ ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുന്ന മീന സൗന്ദര്യ സംരക്ഷണത്തിലും അതേപോലെ നോക്കുന്ന ആളാണ്. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കൽ തന്റെ ഡയറ്റിനെ കുറിച്ചും മീന സംസാരിച്ചിരുന്നു.